أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا نور وأهله. اللهم صل على سيدنا نور وأهله. اللهم صل على سيدنا نور وأهله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت خيلتي أدركني يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت خيلتي أدركني يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت خيلتي أدركني يا رسول الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. والعاقبة للمتقين. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. على محمد سيدنا محمد. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, വാത്സല്യനിധികളായ പിഞ്ചുമക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലാണ് നാം നിലകൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ ഹലാലായ ഉദ്ദേശങ്ങളെല്ലാം അല്ലാഹു പൂർത്തീകരിച്ച് പെരുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അതിൽ പലരും രോഗികളാണ്. കൊട്ടപ്പുറത്ത് നിന്ന് ഉള്ളൊരു സഹോദരൻ വിദേശത്ത് നിന്ന് സുഖമില്ലാതെ വന്ന് ഒരു 1.5 മാസത്തോളം ഹോസ്പിറ്റലിലാണ്. ഇന്നിപ്പോൾ ആ സഹോദരൻ മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിലാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ആ സഹോദരൻ്റെ രോഗം എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. ആ സഹോദരൻ്റെ മോളുടെ കല്യാണമാണ് 24-ാം തീയതി. അല്ലാഹു സുബ്ഹാനഹു തആല ആ സഹോദരന് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ഈ വീഡിയോസ് കാണുന്ന എല്ലാവരും ആ സഹോദരന് വേണ്ടി ഒരു ഫാത്തിഹ ഓതി ഹദിയ ചെയ്യണം, ദുആ ചെയ്യണം. അദ്ദേഹത്തിൻ്റെ രോഗം ശിഫയാകാൻ. അതുപോലെ ശരീരമാസകലം വേദനയുള്ളവർ, കാൽമുട്ടിന് വേദനയുള്ളവർ, തലവേദനയുള്ളവർ, അതുപോലെ മാറാവ്യാധി രോഗം, ക്യാൻസർ പോലത്തെ രോഗങ്ങൾ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, മജ്ജക്ക് പ്രശ്നമുള്ളവർ, തലച്ചോറിന് പ്രശ്നമുള്ളവർ, കാഴ്ചക്കുറവുള്ളവർ, ചെവിടിന് പ്രശ്നമുള്ളവർ, പല നിലക്കും പല അസുഖങ്ങളുമായി കഴിയുന്ന ഒരുപാട് ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ രോഗങ്ങൾ
എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ വീടും പറമ്പും വിറ്റ് യാചിച്ചുകൊണ്ട് ചികിത്സിക്കുന്ന ഒരു രോഗവും അള്ളാഹു നമുക്ക് ആർക്കും നൽകാതിരിക്കട്ടെ. അതുപോലെ വീടും സ്ഥലവും വിൽപ്പന ചെയ്യാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് അവിടൊക്കെ സ്ഥലവും വീടും നല്ല വിലക്ക് കച്ചവടമായി പോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതുപോലെ കച്ചവടത്തിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ വിദേശത്തും നാട്ടിലും ഒക്കെ ഉണ്ട്. അവരൊക്കെ കച്ചവടത്തിൽ പുരോഗതി ഉണ്ടാവാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടൊക്കെ ജീവിതത്തിലും അവരുടെ കച്ചവടത്തിലും അവരുടെ വീട്ടിലൊക്കെ അല്ലാഹു ഖൈറും ബർക്കത്തും ഇസ്സത്തും അഭിവൃദ്ധിയും നൽകുമാറാവട്ടെ. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പിണങ്ങിക്കഴിയുന്നവർ, വീട്ടിലെപ്പോഴും കലഹിക്കുന്നവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ സന്തോഷമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിവാഹപ്രായമെത്തിയ യുവതികൾ, യുവാക്കന്മാർ, അവർക്കൊക്കെ അനുയോജ്യമായ ഇണകളെ അല്ലാഹു നൽകുമാറാവട്ടെ. വിവാഹം കഴിഞ്ഞ് മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് സഹോദരിമാർ, സഹോദരന്മാർ, സ്വാലിഹത്തായ മക്കൾ അല്ലാഹു നൽകുമാറാവട്ടെ. നൽകിയ മക്കൾ അല്ലാഹു സ്വാലിഹത്തായ മക്കളാക്കി മാറ്റുമാറാവട്ടെ. ഇരു ലോകത്തും ഉപകരിക്കുന്ന, മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന സ്വാലിഹത്തായ മക്കളാക്കി മാറ്റുമാറാവട്ടെ. അതുപോലെ പല പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ടെൻഷനൊക്കെ അനുഭവിക്കുന്നവരുണ്ട്. അവിടെയൊക്കെ പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ സ്വലാത്ത് മജ്ലിസിലൊക്കെ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. അതുപോലെ ദുആ ചെയ്യാൻ വേണ്ടി സ്വലാത്തിലേക്കൊക്കെ സംഭാവന ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സദഖകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. അതുപോലെ കുത്തുബൈത്തിലേക്ക് സംഭാവന ചെയ്ത 2-3 സഹോദരന്മാരുണ്ട്. അവിടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന അല്ലാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിലെ 4 ഇസ്മുകളാണ്. ഈ ഇസ്മ നമ്മളുടെ എന്തൊരു ആവശ്യവും പൂർത്തിയാവാൻ, നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തിയാവാൻ, നമ്മുടെ ഉദ്ദേശങ്ങൾ നിറവേറാൻ നമ്മൾ ഈ 4 ഇസ്മുകൾ ചൊല്ലിയാൽ, എന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കി തരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഇത് ചൊല്ലേണ്ട സമയം സുബഹി നിസ്കരിച്ച ശേഷം ഖിബിലക്ക് അഭിമുഖമായി ഇരുന്നു കൊണ്ട് സുബഹി നിസ്കാര ശേഷം ഖിബിലക്ക് അഭിമുഖമായി ഇരുന്നു കൊണ്ട് ഈ ഇസ്മുകൾ ചൊല്ലിയ ശേഷം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക, ആത്മാർത്ഥമായി അല്ലാഹുവിനോട് ദുആ ചെയ്യുക. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഉദ്ദേശങ്ങൾ, അവൻ്റെ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഏതാണ് ആ ഇസ്മ? യാ വഹാബ് യാ അല്ലാഹ് 100 പ്രാവശ്യമാണ് ചൊല്ലേണ്ടത്. യാ വഹാബ് യാ അല്ലാഹ്. യാ റസാഖ് യാ അല്ലാഹ് 100 പ്രാവശ്യം. യാ മുഇസ് യാ അല്ലാഹ് 100 പ്രാവശ്യം. യാ സലാമു യാ അല്ലാഹ് 100 പ്രാവശ്യം.
ഈ 4 ഇസ്മുകളും 100 പ്രാവശ്യമായി ചൊല്ലിക്കൊണ്ട് ഇസ്മുകളും 100 പ്രാവശ്യം ചൊല്ലുക. സുബഹി നിസ്കരിച്ച് ഖിബ്ലക്ക് അഭിമുഖമായി ഇരുന്നു കൊണ്ട് ഈ 4 ഇസ്മുകളും യാ വഹാബ് യാ അല്ലാഹ്, യാ റസാഖ് യാ അല്ലാഹ്, യാ മുഇസ് യാ അല്ലാഹ്, യാ സലാം യാ അല്ലാഹ്, ഈ 4 ഇസ്മുകൾ 100 പ്രാവശ്യം ഒരു മനുഷ്യൻ ഖിബ്ലക്ക് മുന്നിട്ടുകൊണ്ട് ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ഒരു മനുഷ്യൻ ഇത് ചൊല്ലിയാൽ അവൻ്റെ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ 4 ഇസ്മുകൾ ആരും മറന്നു പോവരുത്. യാ വഹാബ് യാ അല്ലാഹ്, യാ റസാഖ് യാ അല്ലാഹ്, യാ മുഇസ് യാ അല്ലാഹ്, യാ സലാം യാ അല്ലാഹ്, ഇതെല്ലാം ഓരോന്നും 100 പ്രാവശ്യം വീതം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിലേക്ക് ഇരുകരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇഖ്ലാസോടുകൂടി അവൻ കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അവൻ്റെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കപ്പെടുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹുവിൻ്റെ പേരുകളാണ്, ഇസ്മുകളാണ്. അതിനൊരുപാട് മഹത്വങ്ങളുണ്ട്, ഫളലുകളുണ്ട്. ഇത് ചൊല്ലുന്നതിനിടയിൽ ഒരു കളിയാക്കലോ ചിരിയോ തമാശയോ ഒന്നും പാടില്ല. ഒറ്റക്ക് ഇരുന്നു കൊണ്ട് ഇഖ്ലാസോടുകൂടി ഇത് നമ്മൾ ചെയ്താൽ നമുക്ക് ഉദ്ദേശങ്ങൾ പൂർത്തിയായി കിട്ടും. ചൊല്ലിയവർക്കൊക്കെ അനുഭവമുണ്ട്. ഞാൻ ചൊല്ലാൻ പറഞ്ഞു കൊടുത്തവർ ചൊല്ലിയവർക്ക് അനുഭവമുണ്ട്. ഇൻഷാ അല്ലാഹ് എന്നോടും പിന്നെ നിങ്ങളോടുമാണ് എനിക്കിത് പറയാനുള്ളത്. ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടുമാണ് വസിയത്ത് ചെയ്യുന്നത്. ആർക്കെങ്കിലും ഉദ്ദേശങ്ങൾ പൂർത്തിയാവാനുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾ ചൊല്ലുക. ഇൻഷാ അല്ലാഹ് ഇത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. അതുപോലെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തുകളൊക്കെ അറിയിക്കുക ഇൻഷാ അല്ലാഹ്. അതുപോലെ ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. ആ വെള്ളിയാഴ്ച രാവിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സകലമാന ദോഷങ്ങളും അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. ചെറുതും വലുതുമായ ദോഷങ്ങൾ, ഹൃദയക്ക കറകളാൽ ദോഷങ്ങളാൽ കറ പിടിച്ചിരിക്കുകയാണ് നമ്മളുടെ ഹൃദയങ്ങൾ. ആ കറകളൊക്കെ ഇന്ന് റസൂലുള്ളാഹിന്റെ മേൽ ചൊല്ലുന്ന സ്വലാത്തിലൂടെയും ദിക്റുകളിലൂടെയും ഇസ്തിഗ്ഫാറുകളിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ കഴുകി ശുദ്ധിയാക്കി തരുമാറാവട്ടെ. നല്ലൊരു ജീവിതം നമ്മൾ തുടരുക ഇൻഷാ അല്ലാഹ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിച്ചു പോവേണ്ടവരാണ്. ഒരു സെക്കൻഡ് ജീവിച്ചാൽ ഒരു സെക്കൻഡ് ജീവിച്ചു എന്ന് മാത്രം നമുക്ക് പറയാൻ സാധിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇന്ന് പല രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങളാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പല രോഗങ്ങളും പല നിലക്കും വരുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് രോഗങ്ങൾ വരുന്നതെന്ന് പറയാൻ നമുക്ക് ആർക്കും തന്നെ സാധിക്കില്ല. നമ്മുടെ മരണം എങ്ങനെയാണെന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇന്ന് കണ്ടവരെ നമ്മൾ നാളെ കാണുന്നില്ല, രാവിലെ കണ്ടവരെ വൈകുന്നേരം നമ്മൾ കാണുന്നില്ല. പിന്നെ കേൾക്കുന്നത് മരിച്ചു എന്നുള്ള വാർത്തയാണ്. അങ്ങനത്തെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അല്ലാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈമാനോട് കൂടിയുള്ള മരണം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മുത്തുനബിയെ കണ്ട് സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ട് മരിക്കുന്ന ഉമ്മത്തീങ്ങളിൽ അല്ലാഹുവിൻ്റെ മുഖ്ലിസീങ്ങളിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെയൊക്കെ ഖബറിലേക്ക് നമ്മൾ ഫാത്തിഹയോതി ഹദിയ ചെയ്യുക. നമ്മളുടെയൊക്കെ ഒരു ഫാത്തിഹക്കും ദുആക്കും വേണ്ടി ഇന്ന് പള്ളിപ്പറമ്പിൽ നമ്മുടെ മാതാപിതാക്കൾ, സഹോദരന്മാർ, സഹോദരിമാർ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ എല്ലാവരും
കാത്തിരിക്കുകയാണ്. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, അവരുടെ അതുപോലെ തന്നെ മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, നമ്മളെ ജ്യേഷ്ഠാനുജന്മാർ, സഹോദരിമാർ എല്ലാവരും ഇന്ന് മരണപ്പെട്ടു പോയവരുണ്ട്. അവരൊക്കെ നമ്മളുടെ വെള്ളിയാഴ്ച രാവിലെ അല്ലെങ്കിൽ വെള്ളിയാഴ്ച നമ്മൾ ചെയ്യുന്ന ഒരു ഫാത്തിഹ അല്ലെങ്കിൽ ഒരു ദുആ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ആ പള്ളിപ്പറമ്പിൽ ഇന്ന് അവർ കയ്യിൽ കിടക്കുന്നത്. എല്ലാവരും അവർക്ക് വേണ്ടി ഫാത്തിഹ ഓതി ഹദിയ ചെയ്യണം. ദിക്റുകളും തഹ്ലീലുകളും ചൊല്ലി അവർക്ക് ഹദിയ ചെയ്യണം. ഇൻഷാ അല്ലാഹ് നാളെ നമ്മളും മരിച്ചാൽ നമ്മളുടെ ബന്ധുക്കൾ നമുക്ക് ദിക്റുകളും സ്വലാത്തുകളൊക്കെ ചൊല്ലി ഹദിയ ചെയ്യണമെങ്കിൽ നമ്മളും അതുപോലെ ചെയ്യണം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഈ എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണ്ടിയൊക്കെ എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ എല്ലാവരെയും ഞാൻ ഉൾപ്പെടുത്തും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.